ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മുളകിട്ട ചിക്കൻ കറിയാണ്. അതിനായിട്ട് പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് കളറ് മാറുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു 1/4 കഷ്ണം സവോള ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കൊരു 3-4 പച്ചമുളകും കൂടെ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 മുതൽ 2 ടീസ്പൂൺ വരെ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, പൊടികൾ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഇനി അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച 1/2 കഷ്ണം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 500-600 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ഇട്ടതിന് ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. ഇനി തുറന്ന് നോക്കുമ്പം ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. മസാലയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടും ഉണ്ടാവും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം, വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 2-3 മിനിറ്റ് അടച്ചു വെച്ച് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ കറി ഇങ്ങനെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഒരു 1/4 കപ്പോളം കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തത്. വളരെ കുറച്ച് തേങ്ങാപ്പാൽ മാത്രമാണ് ഉപയോഗിച്ചത്, 1/4 കപ്പ്. ഇതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കും. ഇനി ഒന്നുമില്ല, ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുളകിട്ട ചിക്കൻ കറി റെഡിയാണ്. ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. ഇത് എല്ലാത്തിൻ്റെയും കൂടിയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നെയ്ച്ചോറ്, പത്തിരി, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്